കേരള നിയമസഭയ്ക്കകത്ത് ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ളൊരവസരം എനിക്കുണ്ടായപ്പോൾ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് ഞാൻ SUCIയുടെ നാവായി മാറുന്നു എന്നാണ്. അതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് പ്രയാസമൊന്നും തോന്നുന്നില്ല. കാരണം കേരളത്തിനെതിരായിട്ട് സംസാരിച്ചപ്പോൾ അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എനിക്ക് തീവ്രവാദിയുടെ ശബ്ദമാണെന്നാണ്. ഇപ്പോൾ SUCI എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചാപ്പ കുത്തിയാൽ നമ്മുടെ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ലല്ലോ. അപ്പോൾ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഇന്നലെ ഫേസ്ബുക്കിലൂടെയാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. എനിക്ക് മനസ്സിലാകാത്തത് എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇവിടെ കിടന്ന് പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ് അവരുടെ ശ്രമം എന്താണ്? അത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പം നമ്മുടെ വാദം എന്താണ്? ഒന്ന്, 700 രൂപ മാത്രമാണ് പ്രതിദിനം ഇവർക്ക് 232 രൂപ മാത്രമാണ് ഇവർക്ക് പ്രതിദിനം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 7000 രൂപ മാത്രമാണ് ഒരു മാസം കിട്ടുന്നത്. അതിൽ നിന്ന് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായ ഡിമാൻഡ്. ആ ഡിമാൻഡിലേക്കുള്ള പ്രചോദനം എന്താണ്? ആരാണ് 700 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞത്? LDFിൻ്റെ പ്രകടന പത്രികയിൽ 2021 ആണ്ടിൽ ഈ ശ്രീമതി വീണ ജോർജ് അടക്കമുള്ള ആളുകൾക്ക് വിജയിക്കുവാൻ വേണ്ടി ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച LDFിൻ്റെ പ്രകടന പത്രികയാണ് 700 രൂപ ഈ ആശാ വർക്കർമാരടക്കമുള്ള സ്കീം വർക്കേഴ്സിന് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചത്. അതിനുവേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുകയൊക്കെ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പശ്ചാത്തലം വേറെ. നമ്മൾ സിക്കിമിൻ്റെ കാര്യം പറയാനുള്ള കാരണം എന്താണ്? ശ്രീമതി വീണ ജോർജും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ നിൽക്കുന്ന മന്ത്രിമാരും അവരുടെ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആശാ വർക്കർമാർക്ക് ഏറ്റവും അധികം വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. അപ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്, അപ്പോൾ സിക്കിമോ? അപ്പോൾ സിക്കിമിൽ 10,000 രൂപ ആക്കി എന്നുള്ളത് ഇന്ത്യൻ പാർലമെന്റിൽ, നമ്മൾ അന്തരീക്ഷത്തിൽ നിന്ന് കൊണ്ടുവന്ന എന്തെങ്കിലും തെളിവല്ല. ഇന്ത്യൻ പാർലമെന്റിൽ ബഹുമാനനായ ലോക്സഭാംഗം ശ്രീ ഡീൻ കുര്യാക്കോസ് ചോദിച്ച ചോദ്യത്തിന് ഇന്ത്യയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി കൊടുത്തിരിക്കുന്ന മറുപടിയിലാണ് ഓരോ സംസ്ഥാനങ്ങളുടെ ഓരോ പ്രതിമാസം കൊടുക്കുന്ന വേതനം വെച്ച് നോക്കുമ്പോൾ സിക്കിമിന് 10,000 രൂപയാണെന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന്. രണ്ട്, സിക്കിം സർക്കാർ തന്നെ പുറത്തിറക്കിയിരിക്കുന്ന ഒരു ഉത്തരവ് 1/10/2022 ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ആശാ വർക്കർമാരുടെ വേതനം 6,000 നിന്ന് 10,000 ആക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത്. ഒരു ഉത്തരവും പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ചോദ്യത്തിലുള്ള മറുപടിയുമാണ് നമ്മൾ ഈ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ആ വിഷയത്തിൽ മാത്രമായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഇങ്ങനെ കിടന്ന് ചുറ്റിക്കിറങ്ങുന്നതിനാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ വിഷയത്തിനകത്ത് മാത്രം പ്ലേസ് ചെയ്തിരിക്കുന്ന ഈ 2 തെളിവുകളാണ്. അപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അവർക്ക് സിക്കിമിൽ നിന്ന് കിട്ടിയ വിവരം അങ്ങനെയല്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പ് മന്ത്രി മനോരമയ്ക്കെതിരെ പോസ്റ്റ് ഇട്ടിരുന്നു. ഇന്ന് മനോരമയിൽ തന്നെ കൊടുത്തിരിക്കുന്ന വാർത്ത, ഡോക്ടർ നമിത H. സുബ്ബ, അവര് സിക്കിമിലെ സമഗ്ര പ്രാഥമിക ആരോഗ്യ സംരക്ഷണ പദ്ധതിയുടെ പ്രോഗ്രാം ഓഫീസറാണ്. അവർ മനോരമയോട് പറഞ്ഞിരിക്കുന്ന വിവരം, കേരളത്തിലെ വിവാദം എന്താണെന്ന് അറിയില്ല, സംസ്ഥാനത്തിന്റെ പണം ഉപയോഗിച്ച് 10,000 രൂപ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് എന്ന് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. അപ്പം ഒന്ന്, സിക്കിമിലെ പ്രോഗ്രാം ഓഫീസറിനെ കോട്ട് ചെയ്തുകൊണ്ട് മനോരമയുടെ ലേഖനം. ഇനി പോട്ടെ, മനോരമ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അല്ലെങ്കിൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് അത്രയ്ക്ക് കൊണ്ട് പിടിക്കുന്നില്ലല്ലോ. മുൻകാല മാധ്യമ പ്രവർത്തകയാണെന്നുള്ള കാര്യമൊക്കെ അവർ മറന്നുപോയി. പോകട്ടെ, ഇനി മാധ്യമങ്ങളെ മാറ്റി നിർത്ത്. സിക്കിം സർക്കാരിൻ്റെതായി വന്നിരിക്കുന്ന ഉത്തരവ് 1, ഇന്ത്യൻ പാർലമെന്റിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ മറുപടിയായിട്ടുള്ളത് 2. ഇനി ആരോഗ്യവകുപ്പ് മന്ത്രി കിട്ടിയിരിക്കുന്ന വിശദാംശം എടുത്തതാണ്, അതും പുറത്തുവിടണ്ടേ? ഇനി അവിടുത്തെ ദേശാഭിമാനിക്കാർ കൊടുത്തിരിക്കുന്ന വിവരമാണോ 6,000 രൂപ വീതമാണ് മാസം എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് അവിടുത്തെ ദേശാഭിമാനിയാണോ ശ്രീമതി വീണ ജോർജിനെ വിളിച്ചറിയിച്ചത്? അപ്പോൾ എന്താണ് അതിൻ്റെ തെളിവ്? ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. 2, എന്തിനാണ് ഈ സിക്കിമിൽ തന്നെ മന്ത്രി സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന 700 നിങ്ങളാക്കി കൊടുക്കുമോ? 232 സഫീഷ്യൻ്റ് ആണെങ്കിൽ ഞാൻ ശ്രീമതി വീണ ജോർജിനെ വെല്ലുവിളിക്കുകയാണ്. ഇപ്പോൾ പാട്ടവറക്കികൾ എന്നൊക്കെയാണല്ലോ ഈ സമരക്കാരെയൊക്കെ വിളിക്കുന്നത്. ആ സമരക്കാരോടൊപ്പം ഞാനും ബക്കറ്റ് പിരിവ് നടത്തി ഒരു 232 രൂപ ശ്രീമതി വീണ ജോർജിന് കൊടുക്കുക. 232 രൂപ സമരസമിതിക്ക് വേണ്ടിയും ഞങ്ങളെല്ലാവരും കൂടെ ബക്കറ്റ് പിരിവ് നടത്തി കൊടുക്കാം. ആ 232 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജ് ഒരു മാസം ഒന്ന് ജീവിച്ച് കാണിക്കാമോ? 7,000 രൂപ കൊണ്ട് ശ്രീമതി വീണ ജോർജിന് ജീവിക്കാൻ കഴിയുമോ? 7,000 രൂപ ഒരു മാസം കൊടുക്കുക. അതായത് ഒരു ദിവസം 232 രൂപ ചിലവാക്കി ശ്രീമതി വീണ ജോർജ് ജീവിച്ച് കാണിക്കണം. ഈ മന്ത്രിയുടെ ആനുകൂല്യമൊന്നും പറ്റരുത്. ശ്രീമതി വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഏതാണ്ട് 3,000 രൂപയാണ് ശമ്പളം. ആനുകൂല്യങ്ങളെ പറ്റി ഞാൻ കിടക്കുന്നില്ല. ഒരു ദിവസം 3,000 രൂപ ശമ്പളം. വാഹനത്തിന് പണച്ചെലവുണ്ടോ? യാത്ര ചെയ്യാൻ പണച്ചെലവുണ്ടോ? ഭക്ഷണത്തിന് പണച്ചെലവുണ്ടോ? മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ചികിത്സയ്ക്ക് പണച്ചെലവുണ്ടോ എന്ന ചോദിക്കുക MLA എന്ന നിലയിൽ എനിക്കും കിട്ടുന്നില്ല. കിട്ടുന്നുണ്ട്.
ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ ഒരു നിയമസഭാ സാമാജിക നിലയിൽ എനിക്കും കിട്ടുന്നുണ്ട്, എന്നേക്കാൾ കൂടുതൽ ശ്രീമതി വീണ ജോർജിന് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് 7,000 രൂപ കൊണ്ട് നമുക്ക് വോട്ട് ചെയ്ത മനുഷ്യന്മാരെല്ലാം ജീവിച്ചോണം എന്ന് കൽപ്പന ഇറക്കുന്നത് അങ്ങേയറ്റം ഫ്യൂഡലിസ്റ്റിക്കാണ്. അപ്പം അതുകൊണ്ട് ഈ വിവാദത്തിലൂടെയൊക്കെ ശ്രീമതി വീണ ജോർജ് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കണം. 2, അവർക്ക് കിട്ടിയ കണക്ക് പുറത്തു വിടണം. അപ്പം നമുക്കത് വീണ്ടും ചലഞ്ച് ചെയ്യാമല്ലോ. അവർക്ക് 6,000 രൂപ വീതമാണ് സിക്കിം സർക്കാർ കൊടുക്കുന്നതെന്നുള്ള തെളിവ് അവർ പുറത്തു വിട്ടാൽ നമുക്ക് ഇന്ത്യൻ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ത്യൻ പാർലമെന്റ് തെറ്റിദ്ധരിപ്പിച്ചു. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കിടക്കാം. ഇനി 2, സിക്കിമിനെ പറ്റി മാത്രം സിക്കിമിനെ പറ്റി ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്, സന്തോഷം. ആന്ധ്രയെ പറ്റി എന്താ മിണ്ടാത്തത്? ആന്ധ്രയിൽ 10,000 ആക്കിയില്ലേ? ഈ അടുത്ത് കേരളത്തിൽ സമാനമായ ഒരു സമരം കർണാടകയിൽ നടന്നപ്പോൾ അവിടുത്തെ കർണാടക സർക്കാർ മുഖ്യമന്ത്രി സമരപ്പന്തലിൽ പോയി 10,000 ആക്കിയില്ലേ? ഇനി ആന്ധ്രയിൽ മെറ്റേണിറ്റി ലീവ്, ശമ്പളത്തോടു കൂടിയ മെറ്റേണിറ്റി ലീവ് ആന്ധ്ര സർക്കാർ അനുവദിച്ചില്ലേ? പശ്ചിമ ബംഗാളിൽ ആശാ വർക്കർമാർ പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം ആക്കിയില്ലേ? എന്താ ഇതിനെപ്പറ്റി ഒന്നും കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി മിണ്ടാത്തത്? അപ്പം അതുകൊണ്ട് ഈ സാധു മനുഷ്യർ സമരപ്പന്തലിരിക്കുന്ന അവരെ അധിക്ഷേപിക്കുകയും അവർക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാനും മാത്രം ഉള്ള ഈ ഫോൾസ് ഈഗോ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി വിടണം. കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ന് ഈ സമരം ഒരു മറുപടിയില്ലാതെ, ഉത്തരമില്ലാതെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നടപ്പിലാക്കാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് മന്ത്രി ദയവ് ചെയ്ത് ഫോൾസ് ഈഗോ വിടണം. മറ്റൊരു വിഷയം കൂടെ സൂചിപ്പിക്കാനായിട്ടുള്ളത്, ഇന്നലെ കേരളത്തിൻ്റെ പൊതുമരാമത്ത് മന്ത്രി ചോദിക്കുന്നത് കേട്ടു, ഈ കോൺഗ്രസ് ഇതുപോലൊരു സമ്മേളനമൊക്കെ നടത്തി കാണിക്കാമോ? നടത്താതിരിക്കുന്നതാണ് നല്ലത്. നടത്തിയാൽ ഞങ്ങൾ ഭരിക്കുന്നതുകൊണ്ട് പറയുകയാണ് ക്രമസമാധാന നില പരിങ്ങലിലാകും. അതിനകത്ത് രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ശ്രീ പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിഹരിക്കാൻ പറ്റാത്ത സർക്കാരാണ് എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ സമ്മതിക്കുന്നതിനകത്ത് സന്തോഷമൊക്കെ ഉണ്ട്. ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലാത്ത ഒരാളാണ് കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് ആ മന്ത്രിസഭയിലെ അംഗം കൂടിയായ ശ്രീ മുഹമ്മദ് റിയാസ് തന്നെ പറയുന്നതിനകത്ത് സന്തോഷമുണ്ട്. 2, ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ ഈ സമ്മേളനം നടത്തി ഞങ്ങൾ ആളുകളെ മാറ്റുന്നു. ഒരു 2-3 കൊല്ലം മുമ്പാണ് കോൺഗ്രസ് അവസാനമായിട്ട്, കോൺഗ്രസും അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് താഴെ തട്ടിൽ നിന്ന് വോട്ടവകാശമുള്ള ആളുകൾ വോട്ട് ചെയ്ത് KPCC മെമ്പർമാരുണ്ടാക്കി. ആ KPCC മെമ്പർമാർ PCC മെമ്പർമാർ വോട്ട് ചെയ്തിട്ടാണ് AICC അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ AICC അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നയാളാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പോയിന്റും കൂടെ അടിയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസിൻ്റെ ഇത്രയും നാളത്തെ ചരിത്രത്തിൽ നിരവധി ഇന്ത്യയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്മാരുടെയും പ്രതിനിധികൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷന്മാരായിട്ടുണ്ട്. ലോകത്തിൽ വനിതാ മുന്നേറ്റം നടക്കുന്നതിന് മുമ്പ്, ലോകത്തിൽ ഫെമിനിസ്റ്റ് ചിന്താഗതിക്ക് വലിയ ഊർജ്ജമുണ്ടാകുന്നതിന് മുമ്പ് AICCയുടെ അധ്യക്ഷനായി വനിത വന്നിട്ടുള്ള സാഹചര്യം കോൺഗ്രസിനുണ്ട്. മാത്രമല്ല AICCയുടെ ഏറ്റവും ദീർഘകാലത്തെ ശ്രീ മഹാത്മാഗാന്ധിയും ശ്രീ ജവഹർലാൽ നെഹ്റുവും അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തൊരു പ്രസ്ഥാനത്തിൽ ഏറ്റവും അധികം കാലം അധ്യക്ഷയായിരുന്നതൊരു വനിതയാണ്. ശ്രീ മുഹമ്മദ് റിയാസ് മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന പുനഃസംഘടനാ പ്രക്രിയയിലൂടെ അഖിലേന്ത്യാ അധ്യക്ഷനെ വരെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനിച്ചിട്ട് ഞങ്ങൾ വെച്ചിരിക്കുന്ന ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ തൊഴിലാളി പ്രസ്ഥാനത്തിൽ നിന്നും കടന്നു വന്ന് പട്ടിണിയോടും ദാരിദ്ര്യത്തോടും വലിയ പോരാട്ടം നടത്തി ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയ ദളിത് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടാണ് ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ വന്നിരിക്കുന്നത്. കേരളത്തിൽ പട്ടികജാതി വകുപ്പ് കൈകാര്യം ചെയ്യുവാൻ പോലും, പേരിന് പോലും പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു മന്ത്രി ഇല്ലാത്ത സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഞാൻ ശ്രീ മുഹമ്മദ് റിയാസിനെ വെല്ലുവിളിക്കുന്നു, നിങ്ങളുടെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടോ സംസ്ഥാന സെക്രട്ടറി ആയിട്ടോ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കൊണ്ടുവരാനുള്ള ആർജവമൊക്കെ കാണിച്ചിട്ട് ഞങ്ങളെല്ലാം പൂർണ്ണമായി ഭംഗിയായി നടത്തുന്നു എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാകും. ഇതുവരെ ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ട്? സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഒരു വനിത ഉണ്ടായിട്ടുണ്ടോ? പോളിറ്റ് ബ്യൂറോയിൽ ആദ്യമായി ഒരു വനിത വന്നത് ഈ അടുത്തിടയ്ക്കാണ്. അതിന് വൃന്ദാക്കാരായിട്ട് വരേണ്ടി വന്നു അല്ലേ? ഈ ഇന്ത്യയിൽ പല ക്ഷേത്രങ്ങളിലും പല ആരാധനാലയങ്ങളിലും ദളിതിന് പ്രവേശനമില്ലായിരുന്നു. പിന്നീട് വലിയ നവോത്ഥാന പ്രസ്ഥാനം ഉണ്ടായിട്ട് എല്ലാ ആരാധനാലയങ്ങളിലേക്കും ഇപ്പോൾ ദളിതൻ കയറിക്കൊണ്ടിരിക്കുന്ന, പട്ടികജാതിക്കാരൻ കയറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോഴും ഒരു ദളിതന് പ്രവേശനമില്ലാത്ത അണികളുടെ 2 ആരാധനാലയങ്ങളേ ഉള്ളൂ. ഒന്ന് RSSന്റെ സർസംഘചാലക പദവിയും 2 CPMന്റെ ദേശീയ സെക്രട്ടറി പദവിയും. സംസ്ഥാന സെക്രട്ടറി ആയിട്ടും ആരും വെച്ചിട്ടില്ല. അപ്പോൾ അത്തരം മാറ്റങ്ങളൊക്കെ പാർട്ടിക്കകത്ത്
എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. അത് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത്തരം മാറ്റങ്ങൾ കൂടിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങളെല്ലാം അങ്ങ് പൂർണ്ണതയിലെത്തിച്ചു എന്ന് ഈ വീമ്പ് പറഞ്ഞാൽ കുറച്ചും കൂടെ നന്ദിയായിരിക്കും, കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. അതല്ല എങ്കിൽ ജില്ലാ സമ്മേളനമൊക്കെ ഉണ്ടതിൻ്റെ കൗതുകത്തിലാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളെ പറ്റിയൊക്കെ ചരിത്രത്തെ പറ്റിയൊക്കെ അദ്ദേഹത്തിന് വലിയ ബോധ്യമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്, ചരിത്രബോധമില്ലാത്തതിൻ്റെ പേരിലും വർത്തമാനകാലത്ത് നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ പറ്റി ധാരണ ഇല്ലാത്തതിൻ്റെ പേരിലുമാണ് അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരോഗ്യവകുപ്പ് മന്ത്രി ഒന്നാമത്തെ കാര്യം അവരെന്തിനാണ് ഒരു 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 എന്താ പറയുക ഒരു ദുർബലമായ ചൈൽഡിഷ് ആകുന്നതിനാണ് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി. ഇത്രയും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു പദവിയിൽ ഇരിക്കുന്നയാളല്ലേ, എന്തിനാണ് അവർ ചൈൽഡിഷ് ആകുന്നത്? എന്താ ഞാൻ ചോദിക്കുന്നത്, അവരെന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? നമ്മുടെ ഡിമാൻഡ് എന്താണ്? 700 രൂപയാക്കി ഒരു ദിവസത്തെ വേതനം മാറ്റണം. LDFിൻ്റെ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിലെ അടിസ്ഥാന ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ ദൈനംദിന കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? നമ്മുടെ പാലക്കാട്ടൊക്കെ 800-850 രൂപ കിട്ടും അല്ലേ? കൂലിപ്പണിക്ക് പോയാൽ 850 രൂപ കിട്ടുന്ന നാട്ടിൽ 232 രൂപ കൊണ്ട് ആശാവർക്കർമാർ ജീവിക്കണം എന്നുള്ളൊരു ധാർഷ്ട്യമാണിത്. ഇനിയും അതിൻ്റെ അവരുടെ ഒരു വാദത്തിനകത്ത് ഒരു വിദണ്ഡ വാദവുമായിട്ട് അവർ പോകുമ്പോൾ ഇനി സിക്കിമിനെ പറ്റിയ ചർച്ചയെങ്കിൽ മന്ത്രി ആ തെളിവ് പുറത്തുവിടട്ടെ. തെളിവ് പുറത്തുവിടുമ്പോൾ നമുക്ക് അടുത്ത ഡിബേറ്റിലേക്ക് കിടക്കാം. ഇന്ത്യൻ പാർലമെന്റിനെ എങ്ങനെയാണ് ഇന്ത്യയുടെ കേന്ദ്ര ആരോഗ്യവകുപ്പ് മന്ത്രി തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടോ? അതിനേതെങ്കിലും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താൻ പറ്റൂ? ബാക്കി എല്ലാത്തിനും മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താം. ഞാൻ SUCയുടെ നാവാണെന്ന് പറയാം, എനിക്ക് വിഷയത്തെപ്പറ്റി അറിയില്ല എന്ന് പറയാം. ശരി, എല്ലാം അറിയുന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആ തെളിവ് പുറത്തുവിടട്ടെ. ആരാണ് പറഞ്ഞത്? ഇപ്പം മൂന്ന് ഇൻസിഡൻസ് നമ്മൾ പറഞ്ഞു. ഒന്ന്, ഇന്ത്യൻ പാർലമെന്റിൽ വെച്ചിരിക്കുന്ന ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിലുള്ള മറുപടി. 2, സിക്കിം സർക്കാരിൻ്റെതായി വന്ന ഉത്തരവ്. 3, ഇതിപ്പം ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തെ അവർ വിശ്വസിക്കാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ സ്ട്രെസ് ചെയ്യാത്തത്. എങ്കിൽ പോലും ഒരു മാധ്യമം, കേരളത്തിൽ വലിയ പ്രചാരമുള്ളൊരു മാധ്യമം ഒരു പ്രോഗ്രാം ഓഫീസറെ കോട്ട് ചെയ്തുകൊണ്ട് ഇന്നയാൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയല്ലേ. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ മന്ത്രി ആ തെളിവ് പുറത്തുവിടട്ടെ. നന്നായി അറിയുന്ന മന്ത്രി ആ പാവങ്ങളുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുന്നത്. എനിക്കറിയില്ലെന്ന് ഞാൻ സമ്മതിച്ചല്ലോ. ഇനിയും എനിക്കറിയില്ല എന്ന് സ്ഥാപിച്ചാലാണ് ആശാവർക്കർമാർക്ക് ആനുകൂല്യം കിട്ടുന്നതെങ്കിൽ എനിക്ക് ഒന്നും അറിയില്ല എന്ന് സമ്മതിക്കാൻ ഞാൻ തയ്യാറാണ്. എനിക്ക് അത്തരത്തിലുള്ള ഒരു ഈഗോയും ഇല്ല. എല്ലാം അറിയുന്ന മന്ത്രിക്കാണല്ലോ. സത്യമാണ്, ആശാവർക്കർമാർ എത്രമാത്രം കഷ്ടപ്പെടുന്നു എന്ന് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കാണ്. എനിക്ക് ഭാഗികമായിട്ടേ അറിയുള്ളൂ, കാരണം ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയൊന്നുമല്ലോ. ആ ഭാഗികമായിട്ട് അറിയുന്ന എനിക്ക് ബോധ്യമുണ്ട് 232 രൂപ അവർക്ക് കിട്ടിയാൽ പോരാ എന്ന്. ആ എല്ലാം അറിയുന്ന മന്ത്രി അവർക്ക് 700 രൂപയാക്കി കൊടുക്കുക, പ്രശ്നം തീർക്ക്. എന്തിനിങ്ങനെ ഫോൾസ് ഈഗോ? ഇത്ര ഈഗോയിസ്റ്റിക് ആകാൻ പാടുണ്ട് ഒരു മനുഷ്യൻ? അല്ല, നാട്ടുകാരെ ആയിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചോദ്യം. എന്താണ് അവർ എനിക്ക് 3 ദിവസമായി മന്ത്രിയുടെ ഇടപെടലിലൂടെ എനിക്ക് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന പോയിന്റ് ഇതുവരെ കൺവിൻസ്ഡ് ആയിട്ടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും കൺവിൻസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, എന്താണ് അവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ആശാ വർക്കർമാർക്ക് 232 രൂപ മതി എന്നാണോ? കൂട്ടിക്കൊടുക്കാമെന്നാണെങ്കിൽ അവിടെ വെച്ച് വിഷയം തിരിയല്ലേ, അവരുമായിട്ട് ചർച്ചയ്ക്ക് ഇരുന്നാൽ പോരെ. അതല്ല എങ്കിൽ കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമുക്കൊരു 7000 രൂപ ബക്കറ്റ് ഉരുവ് നടത്തി കൊടുക്കുക. ആ 7000 രൂപ കൊണ്ട് അവരൊരു മാസം ജീവിച്ച് കാണിക്കണം, എല്ലാ ചെലവും നോക്കി. സർക്കാരിൻ്റെ ഒരു ആനുകൂല്യവും പറ്റുന്നില്ല എങ്കിൽ, ശ്രീമതി വീണ ജോർജിന് പറ്റുന്നില്ല എങ്കിൽ കേരളത്തിൽ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. ആർക്കും കഴിയില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും, 232 രൂപ ഒരു ദിവസം വെച്ചിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയും? മാധ്യമ പ്രവർത്തകരല്ലേ നിങ്ങൾക്ക് കഴിയുമോ? നമുക്ക് കഴിയുമോ? കേരളത്തിൽ ഇത്രയും വിലവർദ്ധനവുള്ളൊരു സംസ്ഥാനത്ത് ഒരു കേരളം പോലും കൺസ്യൂമർ സ്റ്റേറ്റ് നമുക്ക് കഴിയുമോ? നമുക്ക് കഴിയാത്ത സാധു മനുഷ്യന്മാർക്ക് കഴിയണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നില്ല. അതുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ഫോൾസ് ഈഗോ വഴി അല്ല, ഒഫീഷ്യലി ഇപ്പം ഞാൻ സിക്കിമിൻ്റെ വക്താവല്ല. നമ്മുടെ മുന്നിൽ, നമ്മുടെ കൺമുന്നിൽ 2 തെളിവുകളും ഒരാളുടെ കോട്ടും കിടപ്പുണ്ട്. ഒരാൾ പറഞ്ഞതായിട്ട്, അവിടുത്തെ പ്രോഗ്രാം ഓഫീസർ പറഞ്ഞതായിട്ടുള്ള വാർത്തയും കിടപ്പുണ്ട്. തിരിച്ച് ശ്രീമതി വീണ ജോർജ് പറയുന്നതിൻ്റെ മറുപടി എന്താണ്? പല സ്റ്റേറ്റുകളുടെയും ഇത്തരത്തിലുള്ള പല സൈറ്റുകളും അപ്ഡേറ്റഡ് അല്ലല്ലോ. പല സ്റ്റേറ്റുകളുടെയും പല സൈറ്റുകളും അപ്ഡേറ്റഡ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വെബ്സൈറ്റ് മാത്രമല്ലല്ലോ നമ്മളൊരു ആധികാരികമായിട്ട് എടുക്കുന്നത്. സർക്കാരിൻ്റെ ഉത്തരവ് നമ്മുടെ മുന്നിൽ ഇരിക്കുകയല്ലേ. പോട്ടെ, ഇന്ത്യൻ പാർലമെന്റിൽ സിക്കിം സർക്കാർ വെറുതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിൽ ചോദ്യത്തിലുള്ള മറുപടി കൊടുക്കും. അങ്ങനെ ചെയ്യാറുണ്ടോ? ഇന്ത്യയുടെ പാർലമെന്റിലെ ചോദ്യങ്ങളും മറുപടികളും എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും ആധികാരികമായ രേഖകളിലൊന്നല്ലേ. ഇവരങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുന്നത്?
അപ്പോൾ ആന്ധ്രയെ പറ്റി സംസാരിക്കുക, ബംഗാളിനെ പറ്റി സംസാരിക്കുക, എന്താ സംസാരിക്കാത്തത്? ആനുകൂല്യങ്ങൾ കൊടുക്കുന്ന സംസ്ഥാനങ്ങളെ പറ്റി സംസാരിക്കുക. ഞാൻ നിയമസഭയിലും പറഞ്ഞല്ലോ, എന്തിനാണ് ഇവർ ഏത് വിഷയം വന്നാലും നമ്മളെക്കാൾ ദുർബലമായ കുറച്ച് സംസ്ഥാനങ്ങൾ, നമ്മളെക്കാൾ കുറച്ച് പിന്നിലുള്ള സംസ്ഥാനങ്ങളെ വെച്ചിട്ട് അവരെക്കാൾ നമ്മൾ മുന്നിലാണെന്ന് പറയുന്നത് കൊണ്ടുള്ള മെച്ചം എന്താണ്? ആർക്കാണ് അതിൻ്റെ മെച്ചം? ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് കടന്നു പോകുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ അതിപ്രസരത്തെ പറ്റി സംസാരിക്കുമ്പോൾ ഉടനെ പറയുന്നത് ടെക്സാസിൽ തോക്കെടുത്ത് വെടിവെച്ചു, അതുകൊണ്ട് ഷഹബാസിൻ്റെ കുടുംബത്തിന് പരിഹാരമാകൂ. ടെക്സാസിൽ ആരോ തോക്കെടുത്തു എന്നുള്ളത് കൊണ്ട് ഷഹബാസിൻ്റെ കുടുംബത്തിന് പരിഹാരമാകും. ഇവിടെ തോക്കെടുത്തില്ല എന്നാണ് സ്ഥാപിക്കുന്നത്. അതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനം അല്ലേ? നമ്മളൊരു ദിവസം രാവിലെ പട്ടിണിയാണ്, അപ്പുറത്തെ വീട്ടിലെ ആൾ 2 ദിവസമായിട്ട് പട്ടിണിയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വയർ നിറയൂ? നമ്മുടെ പട്ടിണി മാറ്റാനുള്ള മാർഗ്ഗം എന്തെങ്കിലും സർക്കാരിൻ്റെ കയ്യിലുണ്ടോ? അത് പറ. ഇല്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി.